നാളെയും രാത്രിയിൽ പൂർണ്ണമായിട്ടും നട തുറന്നിരിക്കും. ബ്രേക്കിംഗ് ഇന്നത്തെ മൂന്നാമത്തെ ബ്രേക്കിംഗ് ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം ലേബിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയുമായി. ഏതെങ്കിലും ആന കുഴി വീണതാണോ? അല്ല. നമുക്ക് ചോദിക്കാം എന്തായിരിക്കും ലേബിയുടെ വാർത്ത എന്ന്. ലേബി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ആന കുഴിയിൽ വീണതല്ല, മറ്റ് വലിയ കുറേ ആനകളെ കുറിച്ചുള്ള വാർത്തയാണ്. കൊച്ചിയിൽ ഇന്നലത്തെ ഒരു പ്രധാന വാർത്ത, കൊച്ചിയിൽ ഇന്നലെ ചേർന്ന BJP കോർ കമ്മിറ്റി യോഗമായിരുന്നു. കോർ കമ്മിറ്റി യോഗത്തിൽ BJPയിലെ പരാജയം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയമായിരിക്കും പ്രധാന ചർച്ചാ വിഷയമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതുമാത്രമല്ല, കെ സുരേന്ദ്രൻ കഴിഞ്ഞ മാസം അവസാനം കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ ശില്പശാലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, 7-8 തീയതികളിൽ കൊച്ചിയിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്കുള്ള കാരണങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിലും തൊട്ടുതലേന്ന് 7-8 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അറിയിപ്പ് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടുതലേന്ന് സംസ്ഥാന കമ്മിറ്റി മാറ്റിവെച്ചതായി അറിയിപ്പ് വരികയായിരുന്നു. അതിന് പകരമാണ് ഇന്നലെ കോർ കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചത്. ഡോക്ടറും ഓർക്കേണ്ടതുണ്ട്, ഇത് പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ കർശന നിർദ്ദേശം കൊണ്ടാണ് പരസ്പരം വിഴുപ്പലക്കൽ വേണ്ട എന്നുള്ള കർശന താക്കീതാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേർന്നത്. രാവിലെ 9:30 ആരംഭിച്ച കോർ കമ്മിറ്റി യോഗം വൈകിട്ട് 7:30 അവസാനിച്ചു. അതിൽ ഒരിടത്തും പരസ്പരം പഴി ചാരാനുള്ള, വിഴുപ്പലക്കാനുള്ള അവസരം നൽകിയില്ല എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം വന്നിരിക്കുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതിനായി 3 ജില്ലകളെ, പ്രധാനപ്പെട്ട 3 ജില്ലകളെ 3ആയി വിഭജിക്കണം. അതായത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 ജില്ലകളെ 3ആയി വിഭജിച്ചുകൊണ്ട് 3 ജില്ലാ പ്രസിഡന്റുമാർക്ക് ചുമതല കൊടുക്കണം. അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തണം. ഇതിൻ്റെയൊക്കെ ഭാഗമായി കൂടുതൽ സംസ്ഥാന ഭാരവാഹികളായി കൂടുതൽ പേർക്ക് ചുമതല കൊടുക്കണം. കൂടുതൽ പേർ ചുമതലയിലേക്ക് വരുമ്പോൾ അത് പാർട്ടിക്ക് ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് ഓർക്കേണ്ടത് ഇത് തന്നെയാണ്, സംഘടനാ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത ഒരുപക്ഷെ ആദ്യമായൊരു BJP കോർ കമ്മിറ്റി അവസാനിച്ചിരിക്കുന്നു. കർശന താക്കീതാണ് കേന്ദ്രം കൊടുത്തിരിക്കുന്നത്. പ്രകാശ് ജാവദേക്കറുടെ സാന്നിധ്യത്തിൽ നടത്തിയ യോഗത്തിൽ മറ്റൊന്നും, ഒരു വിഴുപ്പലക്കലും ഉണ്ടാകാതെ യോഗം അവസാനിച്ചു. അതായത് ചുരുക്കത്തിൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രാദേശികമായിട്ട് ചില ആളുകൾ പിൻവലിഞ്ഞ് നിന്നുകൊണ്ടാണ്. അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് കൈവിട്ടു പോകുമെന്നും അത് സംഘടനയ്ക്ക് താല്പര്യത്തിനെതിരാണെന്നും ഒക്കെ ഒരുപക്ഷെ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിനെ തൽക്കാലം അവഗണിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ച് പോകണം എന്നതാണ് പാർട്ടിയുടെ ഒരു താല്പര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഡോക്ടറും അതിന് സാങ്കേതിക കാരണമായി പറയുന്നത് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരാനുണ്ട്. ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസികളിലെയും ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് വന്ന് പരിശോധിക്കണമെന്നൊക്കെയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ ബൂത്ത് തലത്തിലെ കണക്കുകൾ വരെ ശേഖരിച്ചിട്ടുണ്ടാവാം. കണക്കുകൾ കിട്ടിയില്ല എന്നൊക്കെ സാങ്കേതികമായി പറയുന്നത് ഇതിനൊരു പുകമറ ഉണ്ടാക്കാനാണ്. പരസ്പരം വിഴുപ്പ് അലക്കി മാധ്യമങ്ങളിലേക്ക് പോയി അസ്വാരസ്യം പുറത്തറിയിക്കേണ്ട എന്നുള്ള കർശന തീരുമാനം തന്നെയാണ് ഇതിന് പിന്നിൽ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ലേബി.